ശൈവാചലസമാധിസ്ഥം ശിവചൈതന്യരൂപിണം നാരായണ ഗുരും ധ്യായേൽ സർവസിദ്ധിപ്രദായിനം. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരുപാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഗുരുവിൻ്റെ പ്രശിഷ്യ പരമ്പരയെ സ്മരിച്ചുകൊണ്ട് സ്നേഹനിധികളായ ശിവഗിരി സാഹോദര്യം സ്മൈൽ കുടുംബാംഗങ്ങളെ, സജ്ജനങ്ങളെ, എല്ലാവർക്കും സ്നേഹവന്ദനം. ഗുരുദേവാനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. നാളെ ദിവ്യശ്രീ നരസിംഹ സ്വാമികളുടെ ജയന്തി ദിനമാണ്. അവിടുന്ന് സമാധി കൊള്ളുന്ന ഏരൂർ നരസിംഹാശ്രമത്തിൽ പൂജനീയ ശാരദാനന്ദ സ്വാമിജിയുടെ നേതൃത്വത്തിൽ ജയന്തി ദിന ആഘോഷ പരിപാടികൾ നടക്കുകയാണ്. നമ്മിൽ പലരും അതിൽ നേരിട്ട് പങ്കുകൊള്ളാനിരിക്കുകയുമാണ്. ഏതാണ്ട് 1.5 നൂറ്റാണ്ടാവുകയാണ് അവിടുന്ന് ഭൂജാതനായിട്ട്. അവിടുന്ന് ശ്രീനാരായണ ധർമ്മ സംഘം രൂപീകരിക്കുമ്പോൾ അതിൽ അംഗമാകാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ്. അദ്ദേഹത്തെ പറ്റി ഒരു ജീവചരിത്ര ഗ്രന്ഥം ഇറങ്ങിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. ജീവചരിത്ര കുറിപ്പുകളൊക്കെ ഇല്ലാതില്ല. പല മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഗുരുദേവ ശിഷ്യന്മാരെ വിലയിരുത്തുന്നത്. നരസിംഹസ്വാമികളെ സംബന്ധിച്ച് ഒരു വേറിട്ട വ്യക്തിത്വമാണ്. അവിടുന്ന് പണ്ഡിതനായിരുന്നില്ല. വളരെ കുറച്ച് മാത്രമേ അദ്ദേഹത്തിന് പഠിക്കുവാൻ കഴിഞ്ഞുള്ളൂ. ഏതാണ്ട് ഒരു 4ാം ക്ലാസ് കൊണ്ട് ആ ദേശത്തെ അസൗകര്യം നിമിത്തം പഠിത്തം അവസാനിച്ചു എന്നാണ് അറിയുന്നത്. അദ്ദേഹം പ്രസംഗിച്ചതായി കാണുന്നില്ല. ഗ്രന്ഥങ്ങളൊന്നും തന്നെ എഴുതിയിട്ടില്ല. നമുക്ക് ചില മുൻവിധികളുണ്ട്. ഇതുപോലുള്ള മേഖലകളിൽ വ്യാപരിച്ചെങ്കിൽ മാത്രമേ സന്യാസിയാകൂ. ഒന്ന് ഓർത്തു നോക്കുക, ഏതെല്ലാം തരത്തിലുള്ള സേവനങ്ങളും സമർപ്പണങ്ങളുമൊക്കെ ഉണ്ടായാലാണ് പ്രത്യേകിച്ച് ഒരു പ്രസ്ഥാനം അത് മുമ്പോട്ട് പോവുക.
ഇവിടെ തികച്ചും പ്രാദേശികമായി മാത്രം ഒതുങ്ങിക്കൂടി നിന്ന് പ്രവർത്തിച്ച ഒരാളാണ് നരസിംഹസ്വാമികൾ. ഏതാണ്ട് 79 വയസ്സോളം അദ്ദേഹം ജീവിച്ചിരിക്കുകയുണ്ടായി. അദ്ദേഹത്തെ അറിയാവുന്നവർ വളരെയധികം ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. ഒട്ടുമിക്ക പേരും ഈ നാമം, ആ നാമത്തിൻ്റെ സവിശേഷത കൊണ്ട് ഓർത്തിരിക്കുന്നുണ്ടാവുമെന്ന് ഉറപ്പാണ്. പ്രസ്ഥാന ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്താണ്? അദ്ദേഹം എന്തൊക്കെ എവിടെയൊക്കെ ചെയ്തു എന്ന് തിരിച്ചറിയാൻ തന്നെ പാടാണ്. കാരണം അതൊന്നും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ തലമുറ കഴിഞ്ഞു പോയെങ്കിലും അതെല്ലാം പൂർവികരിൽ നിന്ന് കേട്ട് ഇന്നത്തെ തലമുറയും ആദരവോടെ സ്മരിക്കുന്നുണ്ട്. അങ്ങനെ പരമ്പരയാ അദ്ദേഹത്തിൻ്റെ സ്മരണ പുലർന്നു പോകുമെന്ന് ഉറപ്പാണ്. അദ്ദേഹത്തിൻ്റെ ജനനം പറവൂരിന് സമീപം, ആലുവായ്ക്കും സമീപമെന്ന് പറയാം, അങ്കമാലിക്കും സമീപമെന്ന് പറയാം, പുത്തൻവേലിക്കര, ഇളന്തിക്കരയായിരുന്നു. അപ്പൊ അവിടുത്തെ പ്രത്യേകത, ഗുരുദേവന്റെ ആദ്യകാല സമ്പർക്കമുണ്ടാകാൻ ഇടവന്ന ആലുവ, മൂത്തകുന്നം, ചെറായി ഭാഗങ്ങളോട് അടുത്താണ് നിൽക്കുന്നത്. ഏതാണ്ട് SNDP യോഗ കാലത്തിനു മുമ്പ് തന്നെ ഗുരുദേവ സാന്നിധ്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. കുറെ അധികം ശിഷ്യന്മാരും ആ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് കൊച്ചിയുടെ ഭാഗം എന്ന് പറയാവുന്ന, സാങ്കേതികമായി പറവൂർ, മൂത്തകുന്നം ഭാഗങ്ങളൊക്കെ തിരുവിതാംകൂറിൻ്റെ വടക്കേ അറ്റത്താണ് വരാറുള്ളത്. ആ ഭാഗത്ത് തന്നെ ഗുരുദേവ ശിഷ്യ പരമ്പരയിൽ പേരെടുത്ത സന്യാസിമാർ ഉണ്ടായിട്ടുണ്ട്. കാശി ശങ്കരാനന്ദ സ്വാമികൾ, ശങ്കരൻ പരദേശി എന്നറിയപ്പെടുന്നു. ബോധാനന്ദ സ്വാമികളുടെ സമാധിയെ തുടർന്ന്, ഗോവിന്ദാനന്ദ സ്വാമികളുടെയും സമാധിയെ തുടർന്ന് വന്ന അച്യുതാനന്ദ സ്വാമികൾ ചെറായി സ്വദേശിയാണ്. അതുപോലെ മഠാധിപതി ശങ്കരാനന്ദ സ്വാമികൾ അത്ര അടുത്തല്ലെങ്കിലും ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ കർമ്മ മണ്ഡലം വളരെ കാലം ആലുവയായിരുന്നു. അതുപോലെ മൂത്തകുന്നത്തെ HMDPയുടെ രൂപീകരണം, അത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത് തന്നെ
ഉണ്ടായിക്കഴിഞ്ഞു. അതുപോലൊരു സംരംഭം അവിടെ ഉണ്ടാകണമെങ്കിൽ അതിനൊക്കെ അവിടെ ഒരു കളം ഒരുക്കുന്നതിന് തെളിഞ്ഞ മനസ്സുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. പല ഗൃഹസ്ഥ ശിഷ്യന്മാരുടെയും സഹോദരൻ അയ്യപ്പന്റെ പേര് നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. ഏതാണ്ട് കർമ്മ മണ്ഡലം അവിടെയായിരുന്നു. ഏതാണ്ട് 1878 നരസിംഹസ്വാമികൾ ജനിക്കുന്നത്. അത്ര വലിയ സമ്പന്ന ഭവനമൊന്നും ആയിരുന്നില്ല. പറഞ്ഞാൽ ഒരു ദരിദ്ര ഭവനമാണെന്ന് പറയുന്നതിൽ തെറ്റുമില്ല. അവിടെ തറമേൽ എന്ന ഭവനത്തിൽ ഒരു അപ്പിയുടെയും ഒരു കാർത്യായനിയുടെയും 4 മക്കളിൽ മൂന്നാമനായി ഒരു കുട്ടി പിറക്കുന്നു. ആ കുട്ടിയുടെ പേര് കുട്ടി എന്ന് തന്നെയായിരുന്നു. ബാല്യത്തിൽ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെടുകയുണ്ടായി. മാതുലന്റെ പരിരക്ഷണയിൽ ആ കുട്ടി വളരുന്നു. സാധാരണ കുട്ടികളിൽ നിന്നും ചില വ്യത്യസ്തതകളൊക്കെ എല്ലാവർക്കും മനസ്സിലാകാൻ കഴിയുമായിരുന്നു. വീറും വാശിയുമുണ്ട്, സത്യസന്ധത ബാല്യത്തിലെ തന്നെ പ്രകടിപ്പിക്കുന്നു. ആധ്യാത്മികതയോടൊരു അഭിനിവേശം, അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ പ്രകടമാകുന്നു. അവിടെ ഒരു കളരിയിൽ പ്രാഥമിക വിദ്യാഭ്യാസം നടത്തുന്നു. പ്രാദേശികമായി ലഭ്യമായ 4ാം ക്ലാസ് വരെ ആ കുട്ടി പഠിക്കുന്നു. തുറന്ന് പുറത്തോട്ട് പോയി പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല. പഠിപ്പ് അവിടെ നിൽക്കുന്നു. ഇതിനോടകം തന്നെ ആ കുട്ടിയെ അഭ്യസിപ്പിച്ച ഏതോ ഒരു ഗുരുവിനെ, അധ്യാപകനെ പിന്തുടർന്ന് ആ കുട്ടി യോഗവിദ്യകൾ പരിശീലിച്ചു തുടങ്ങുന്നു. ഈ കുട്ടിയുടെ സാമർഥ്യം, അതിലുള്ള പ്രാവീണ്യം അതിൻ്റെ ഗുരുവിനെയും ഏറെ ആകർഷിച്ചിട്ടുണ്ടാവണം. അതിൻ്റെതായ പ്രോത്സാഹനവും ലഭിച്ചിട്ടുണ്ടാവണം. ഘടയോഗത്തിൽ നല്ല പ്രാവീണ്യം ഈ കുട്ടി നേടുകയുണ്ടായി. ആ കാര്യത്തിൽ ഒരു പ്രസിദ്ധി തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അവിശ്വസനീയമായ ചില യോഗമുറകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരു കാലം സമീപത്തുള്ള ഒരു ക്ഷേത്രത്തിൽ, അതൊരു വിഷ്ണു ക്ഷേത്രമായിരുന്നു. അവിടെ ആണെങ്കിൽ ആകെ ഒരു വനപ്രതീതി ഉള്ളടമായിരുന്നു. തേക്കുകളൊക്കെ ഇങ്ങനെ വളർന്നു മുറ്റി. തേക്കിൻകാട് എന്ന് തന്നെ അറിയപ്പെട്ടിരുന്ന ഒരു സ്ഥലമാണത്. ഏകാന്തത അവിടെ ആവശ്യത്തിന് ലഭിച്ചിരുന്നു.
മുതിർന്ന ബാലനായ ഈ കുട്ടി അതിനുള്ളിലേക്ക് കയറിപ്പോയാൽ പിന്നീട് വിവരമൊന്നും ലഭിക്കില്ല. ആദ്യമൊക്കെ ഉണ്ടായ അമ്പരപ്പ്, ഈ കുട്ടിയുടെ സ്വഭാവം, അതിൻ്റെ വാസന, ഭക്തിമാർഗത്തിൽ അതിൻ്റെ ഒരു നിഷ്ഠ, ഇതൊക്കെ കാണുന്ന കുടുംബാംഗങ്ങൾ അതിനെ അംഗീകരിക്കുകയാണ് അഥവാ അതിനോട് പൊരുത്തപ്പെടുകയാണ് ചെയ്തത്. പലപ്പോഴും അവിടെ നദിയിലൂടെ വള്ളം തുഴഞ്ഞുകൊണ്ടുപോകുന്ന ആളുകൾ ഈ മരത്തിൻ്റെ കൊമ്പുകളിൽ കാലുകൾ കൊരുത്ത് തൂങ്ങിക്കിടക്കുന്നതായും ഉണ്ടത്രേ. ആ നിലയിൽ ഏറെ നേരം വേണമെങ്കിലും കിടക്കും. അപ്പോൾ ആ വിഷ്ണു ക്ഷേത്രം അത് നരസിംഹമൂർത്തിയുടെ സങ്കല്പത്തിലായിരുന്നു എന്നാണ് കരുതേണ്ടത്. അവിടെ അദ്ദേഹം അനുഷ്ഠിച്ച ധ്യാനം അതൊക്കെ നമുക്ക് അജ്ഞാതമാണ്. എന്താണെങ്കിലും നരസിംഹോപാസകനായിരുന്നു അവസാന കാലം വരെയും എന്ന് നമുക്ക് ചില ലക്ഷ്യങ്ങൾ കിട്ടുന്നുണ്ട്. അദ്ദേഹത്തെ ഈ നിലയിൽ അവിടെയുള്ള ആളുകൾ കുട്ടിശാന്തി എന്ന് വിളിച്ചു തുടങ്ങിയതായും പറയപ്പെടുന്നു. ഒരു ഭക്തൻ എന്ന നിലയിലാണ്, ഒരു സാധകൻ എന്ന നിലയിലാണ് ഇങ്ങനെയൊരു ബഹുമാന വാക്ക് ആളുകൾ പ്രയോഗിച്ചു തുടങ്ങിയത്. അത് അദ്ദേഹത്തിൻ്റെ നിഷ്ഠകൾക്കുള്ള അംഗീകാരമായിരുന്നു. ഏതാണ്ട് 1902 മൂത്തകുന്നത്ത് ശ്രീനാരായണ മംഗല ക്ഷേത്രം അതിൻ്റെ പ്രതിഷ്ഠ കഴിഞ്ഞിരുന്നു. അതിനു മുന്നോടിയായി ഗുരുദേവ ശിഷ്യന്മാരുടെ സമ്പർക്കം പല തവണ അവിടെ ഉണ്ടായിട്ടുണ്ട്. ആധ്യാത്മികതയോട് അഭിനിവേശമുണ്ടായിരുന്ന കുട്ടിശാന്തി അവിടേക്ക് ആകർഷിക്കപ്പെട്ടതിൽ അത്ഭുതമില്ല, അത് സ്വാഭാവികമാണ്. അങ്ങനെ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടുന്ന് പ്രവർത്തിച്ചു തുടങ്ങി. അവിടുത്തെ വൈദിക വൃത്തിയിലും അദ്ദേഹം ഏർപ്പെട്ടു തുടങ്ങി. ഗുരുദേവൻ പിന്നീട് അവിടം സന്ദർശിക്കുമ്പോൾ കുട്ടിശാന്തിക്ക് ഗുരുദേവനെ കാണാനിട വന്നു. ഗുരുദേവനാണെങ്കിൽ കുട്ടിശാന്തിയെ ശ്രദ്ധിക്കുകയും ചെയ്തു. പല പല ആവശ്യങ്ങൾക്കും ഗുരുദേവൻ ആ ചുറ്റുവട്ടത്ത് യാത്ര ചെയ്യുമ്പോൾ ഒപ്പം സഞ്ചരിക്കുവാനും കുട്ടിശാന്തിക്ക് ഭാഗ്യമുണ്ടായി. അങ്ങനെ ഗുരുവിനോട് കൂടുതൽ കൂടുതൽ കുട്ടിശാന്തി അടുത്തു. അതുപോലെ തന്നെ കുട്ടിശാന്തിയെ ഗുരുദേവൻ നന്നായി മനസ്സിലാക്കുകയും ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രത്യേകത ഏറ്റെടുക്കുന്ന ജോലിയിൽ
കാട്ടുന്ന ആത്മാർപ്പണമെന്ന് തന്നെ പറയാം. കൃത്യതയോടെ, ആത്മാർത്ഥതയോടെ, ദൃഢനിശ്ചയത്തോടെ ഏത് കാര്യമാണെങ്കിലും ഈ കുട്ടിശാന്തി നിർവഹിക്കും. ഏതാണ്ട് 20 വയസ്സിന് മേലായിട്ടുണ്ട്. ഏതാണ്ട് 18-19 വയസ്സ് വരെ 4ാം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഒരു നീണ്ട ഇടവേളയാണ്. ഈ ഇടവേളകളിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ അവിടുന്ന് അനുഷ്ഠിച്ച ഏകാന്തവാസവും അദ്ദേഹത്തിൻ്റെതായ ഉപാസനയും തപശ്ചര്യയുമൊക്കെ അദ്ദേഹത്തെ നന്നായി പാകപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ലാഘവ ബുദ്ധിയില്ല, കളി തമാശകളില്ല, ഗൗരവ ബുദ്ധിയാണ്. പിന്നീട് ശിവഗിരിയിൽ ഗുരുദേവനോടൊപ്പം താമസിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തലവട്ടം കണ്ടാൽ അലസന്മാരുടെ എല്ലാം ആ ആലസ്യം ഒഴിയുമായിരുന്നെന്നാണ് പറയുന്നത്. വെറുതെ ഇരിക്കുവാൻ, നേരം വെറുതെ കളയുവാൻ അദ്ദേഹം അനുവദിക്കുമായിരുന്നില്ല. അവിടെ അദ്ദേഹം ക്രുദ്ധനാകും, ചിലപ്പം കോപം കൊണ്ട് ജ്വലിക്കും, എന്തെങ്കിലും അസുഖമോ ഒക്കെ ഭാവിച്ചതിൽ നിന്നും രക്ഷപ്പെടാമെന്നാരും കരുതേണ്ടതില്ല. അദ്ദേഹത്തിന് അതൊക്കെ തിരിച്ചറിയുവാൻ പറ്റുമായിരുന്നു അത്രേ. അങ്ങനെ പലപ്പോഴും സ്വാമികളെ കളിപ്പിക്കാൻ ശ്രമിച്ച് എളിഭ്യരായിട്ടുള്ളവർ ഏറെയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാം. ഒരു വേള ഗുരുദേവൻ കുട്ടിശാന്തിയോട് ചോദിക്കുന്നു, നമ്മുടെ കൂടെ പോരുന്നോ? കുട്ടിശാന്തിക്ക് രണ്ടാമതൊന്നും ആലോചിക്കാനില്ല, ഒപ്പം പോകാൻ തന്നെ തയ്യാറ് ആയിരിക്കുകയാണ്. അങ്ങനെ ഗുരുദേവനോടൊപ്പം ശിവഗിരിയിലെത്തുന്നു. ഇപ്പൊ ഗുരുദേവന്റെ കർമ്മ മണ്ഡലം ഒരുപക്ഷെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാത്ത ഒരു ഭാഗം കൂടിയുണ്ട്. ഇപ്പം ധർമ്മ ബോധനം, ക്ഷേത്ര പ്രതിഷ്ഠ, ആചാര പരിഷ്കരണം, ഇങ്ങനെയൊക്കെ ഉള്ള രംഗങ്ങളിൽ വൈദിക വൃത്തിക്കുള്ള ആളുകൾ ഇതിനോടകം തന്നെ അവിടെ രൂപപ്പെട്ടു വരുന്നുണ്ട്. അതുപോലെ തന്നെ SNDP യോഗത്തിന്റെ ആവിർഭാവത്തോടെ തന്നെ പ്രാസംഗികരുടെ ഒരു പരമ്പരയും ഉണ്ടാകുകയുണ്ടായി. ഏതാണ്ട് 10-20ഓളം പ്രാസംഗികർ നാടിൻ്റെ നാനാഭാഗങ്ങളിലും പ്രസംഗ പര്യടനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. വൃത്താന്ത പത്രിക സുജനാനന്ദിനി നിന്നുപോയെങ്കിലും വിവേകോദയം ആരംഭിച്ചു. പിന്നാലെ മലബാറിലും കൊച്ചിയിലും ഒക്കെ വൃത്താന്ത പത്രികകളൊക്കെ ആരംഭിച്ച് അതും സുഗമമായി നടത്തുന്നുണ്ട്. നല്ല പ്രഗത്ഭമതികൾ തന്നെയാണ് ഇത് നടത്തിക്കൊണ്ടു പോകുന്നത്. ഗുരുദേവനെക്കുറിച്ച്, അവിടുത്തെ സന്ദേശങ്ങളെക്കുറിച്ചും വ്യാപകമായ പ്രചരണം നടത്തുന്നതിന് ഇങ്ങനെയുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട്. ക്ഷേത്രങ്ങളാണെങ്കിൽ
കൂടുതൽ കൂടുതൽ ഉണ്ടായി വരുന്നു. SNDP യോഗം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഒറ്റപ്പെട്ട ചില പ്രാദേശിക സമാജങ്ങൾ ഉണ്ടായിരുന്നു. യോഗ സ്ഥാപനത്തിന് ശേഷം അതിൻ്റെ ശാഖകളെന്ന് സാങ്കേതികമായി പറയാൻ പറ്റില്ലെങ്കിലും പ്രാദേശിക സമാജങ്ങൾ പലതും ഉണർന്ന് പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരെ ഉണ്ടാക്കിയ സമാജങ്ങളും ഉണ്ടായിരുന്നു. ഗുരുദേവനാണെങ്കിൽ പ്രശസ്തിയിലേക്ക് ഉയർന്നു കഴിഞ്ഞിരുന്നു. അധികാര സ്ഥാനങ്ങളിലെല്ലാം അവിടുത്തെ അംഗീകാരം നിസ്തർക്കമായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നരസിംഹസ്വാമികൾ ശിവഗിരിയിലെത്തുന്നത്. ഏതാണ്ട് 1913 ശാരദാ പ്രതിഷ്ഠയ്ക്ക് ശേഷം ആദ്യത്തെ അതിൻ്റെ പ്രതിഷ്ഠ ദിനം എത്തിയപ്പോൾ ചിത്തിര നക്ഷത്രത്തിൽ ചിത്ര പൗർണമി നാളിലാണ് അവിടുന്ന് ഏതാനും പേർക്ക് സന്യാസ ദീക്ഷ കൊടുത്തത് എന്ന് അനുമാനിക്കപ്പെടുന്നു. അപ്പൊ ആ കൂട്ടത്തിൽ നരസിംഹസ്വാമികൾക്കും സന്യാസ ദീക്ഷ നൽകുകയുണ്ടായി. അപ്പൊ അദ്ദേഹത്തിന് ഈ നാമം കിട്ടിയതിനെ കുറിച്ച് കൂടുതൽ നമ്മൾ അന്വേഷിക്കേണ്ടതില്ല. നരസിംഹോപാസന അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതായി നമ്മൾ കണ്ടു. അതിനെ ഉറപ്പിക്കുന്ന രീതിയിൽ ചില നടപടികളും കൂടി അവിടുത്തെ ഭാഗത്ത് നിന്ന് കണ്ടപ്പോൾ അസാമാന്യ ധൈര്യം, നല്ലതിനു വേണ്ടിയാണെങ്കിലും അവിടുന്ന് പ്രവർത്തിക്കുന്ന ചില ക്രുദ്ധ സ്വഭാവങ്ങൾ, ഏതാണ്ട് പേരിനൊത്ത സ്വഭാവമെന്ന് ചില വേളകളിലെങ്കിലും അവിടുന്ന് തോന്നിപ്പിച്ചിരുന്നു. ഒരിക്കൽ വെള്ളം കുടിച്ചപ്പോ ഈ താടി ആ ഗ്ലാസ്സിൽ മുട്ടിയത്രേ, ഉരസിയത്രേ. അതിന് ഒരന്തേവാസി സ്വാമിയെ ആക്ഷേപിക്കുകയുണ്ടായി. അതിൽ കുപിതനായി അദ്ദേഹം ആഞ്ഞൊരു ഇടിയിടിച്ചത്ര ഭിത്തി കുലുങ്ങി, കിടിലം കൊണ്ടു. ഗുരു ഇതിന് സമീപം തന്നെ ഉണ്ടായിരുന്നു. അവിടുന്ന് ചോദിച്ചത്രേ, നീ മനുഷ്യനോ അതോ നരസിംഹമോ? അപ്പൊ ആ ചോദ്യം അർത്ഥവത്താണ്. അപ്പോൾ അവിടെ ഉപാസനാമൂർത്തിയുടെ ആ ശൗര്യം അത് സ്പഷ്ടമായിട്ട് എല്ലാവരും കണ്ടു. സാമാന്യഗതിയിൽ ഒരു ഇടി ഇടിച്ചാൽ ഭിത്തി അങ്ങതുപോലെ കുലുങ്ങില്ല. ഗുരുവിന്റെ ഈ പരാമർശം ഉണ്ടായതോടെ ഈ പേര് സ്ഥിരപ്പെടുകയുണ്ടായി. സന്യാസ ദീക്ഷ കൊടുത്തപ്പോൾ ഈ പേര് തന്നെ അവിടെ ചാർത്തപ്പെടുകയും ചെയ്തു. പൗരാണിക സങ്കല്പം ആയി നമ്മൾ ഇതിനെ വെച്ച് ചിന്തിച്ചാലും നോക്കൂ, ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ച മൂർത്തിയാണ്. നാരായണ നാമം കേട്ടാൽ തന്നെ ക്രുദ്ധനാകുന്ന അസുരൻ. അപ്പൊ അവിടെ നാരായണ നാമം ജപിക്കുന്ന
ഭക്തരക്ഷാർത്ഥമാണ്, ഭക്തന്റെ രക്ഷാർത്ഥമാണ്, ഭക്തന്റെ വിളിപ്രകാരമാണ് നരസിംഹ അവിടെ അവതരിക്കുന്നത്. ഏതാണ്ട് ആ സ്വഭാവമാണ് ഇനി അവിടുത്തെ പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്. പറഞ്ഞല്ലോ, ക്ഷേത്രങ്ങളുണ്ടായിരുന്നു, വൈദിക പാരമ്പര്യം പുതിയതായി രൂപം കൊണ്ടു, സന്യാസ പരമ്പരയുണ്ടായി, അതുപോലെ വിദ്യാപ്രചരണമുണ്ടായി. ഏതാണ്ട് സാമൂഹിക വ്യക്തി ജീവിതത്തിന് മാത്രമല്ല, സമുദായ ജീവിതത്തിനും ആവശ്യമായിട്ടുള്ള പല പല ഏർപ്പാടുകളുമുണ്ടായി. പക്ഷേ അധികമാർക്കും കൈവെക്കാൻ കഴിയാതിരുന്ന ഒരു മേഖല കൂടി ഉണ്ടായിരുന്നു. നൂറ്റാണ്ടുകളായി പാലിച്ചും ശീലിച്ചും പോന്നിരുന്ന ഒട്ടനവധി ദുരാചാരങ്ങൾ. ആ ദുരാചാരങ്ങളെ ഉറപ്പിച്ചു നിർത്തിയിരുന്ന പ്രാകൃതമായ ചില ആരാധനാ രീതികൾ, അതിൻ്റെ അടിസ്ഥാനമോ ദുർമൂർത്തികളുമായിരുന്നു. ആ ദുർമൂർത്തികളെ ഒക്കെ ഭേദപ്പെട്ട തറവാടുകളിലെല്ലാം പ്രതിഷ്ഠിച്ചിരുന്നു. ചിലയിടങ്ങളിലൊക്കെ വിശാലമായ ഒരു പറമ്പ് തന്നെ, അതിൽ നിറച്ചും മൂർത്തികളായിരിക്കും. അവിടം കാടടഞ്ഞു കിടക്കും, കാവായി കിടക്കും. ഇത് പൂർവികരെ, മരണപ്പെട്ടു പോയ പൂർവികരെ ഈ അച്ഛൻ ദൈവങ്ങളായി കണ്ട് അപമൃത്യു സംഭവിച്ചവരെ, അവരുടെ ആത്മാക്കൾ അലഞ്ഞു തിരിഞ്ഞ് ഉപദ്രവകാരികളായി തീരാതിരിക്കുന്നതിന് മൂർത്തികളിൽ ആവാഹിച്ച്, അവർ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടതെന്തായിരുന്നോ, അല്ലെങ്കിൽ അവരുടെ ശീലത്തിനനുസരിച്ചുള്ള സേവകൾ, അത് മദ്യസേവയാകാം, ചോരയാകാം, മാംസമാകാം, ഇതൊക്കെ അണുപട തെറ്റുന്നതിൻ കൊണ്ടാണ് തങ്ങളുടെ ജീവിതത്തിൽ ചില രോഗപീഠകളൊക്കെ ഉണ്ടാകുന്നതെന്നും ദുരന്തങ്ങൾ ഉണ്ടാകുന്നതെന്നും അവർ വിശ്വസിക്കുകയും വീണ്ടും വീണ്ടും ഈ വക ഘോര കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് പതിവ്. നരബലികൾ പോലും എത്രയോ നടക്കുന്നുണ്ടാവാം, ജന്തുബലി മാത്രമല്ല. അപ്പൊ ഇങ്ങനെ തലമുറകളായി പാലിച്ചു വരുന്ന ഈ വക സംവിധാനങ്ങളെ തച്ചുടയ്ക്കുക ഒരുതപ്പെട്ടവരാരും അതിന് പ്രാപ്തരല്ല എന്നുള്ളതാണ് സത്യം. തൃപ്പാദങ്ങൾ തന്നെ നേരിട്ട് ഇത് ഇളക്കിയിട്ടുണ്ട്, തകർത്തിട്ടുണ്ട്, ശിഷ്യഗണങ്ങൾക്ക് മാതൃക കാട്ടിയിട്ടുണ്ട്. ഗുരുകൽപ്പന അനുസരിച്ച് ഇതൊക്കെ ചെയ്തിട്ടുള്ള ശിഷ്യന്മാരില്ലാതില്ല. എന്നിരുന്നാലും ഈ ഒരു നിയോഗം അതിനുവേണ്ടി തന്നെ കാലം കരുതി വച്ച് രൂപപ്പെടുത്തി ഗുരുദേവ സമക്ഷത്തെത്തിച്ച ഒരു ധീരാത്മാവ് എന്ന് തന്നെ നമുക്ക് പറയാം. ആ പേരിനൊത്ത ഇച്ഛാശക്തിയോടെയും അതിനൊത്ത ഉൾക്കാഴ്ചയോടെയും, അതല്ലാതെ ഭ്രാന്തമായ ഒരു കർമ്മമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെത്. ഇപ്പൊ പലയിടങ്ങളിലും ഈ പ്രചരണമൊക്കെ നടക്കുമ്പോൾ ഒറ്റപ്പെട്ട ചില ആളുകൾ ആ നാട്ടിൽ ഇങ്ങനെയുള്ള ദുരാരാധനയ്ക്കെതിരെ
ഒക്കെ ശബ്ദമുയർത്തും. ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ ഉദയത്തോടെ അവർക്കെല്ലാം ഒരു ആശ്രയമായിരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം മുക്തി നേടുവാൻ സ്വാമി തൃപ്പാദങ്ങളെ അല്ലെങ്കിൽ അവിടുത്തെ ശിഷ്യഗണങ്ങളെ ആശ്രയിക്കാമെന്നും അവരുടെ പ്രവർത്തനങ്ങൾക്ക് പൊതുവെ ഒരു സ്വീകാര്യതയുണ്ട് എന്നും കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ധാരാളമായി അപേക്ഷകൾ വന്നു തുടങ്ങി, യാചനകൾ വന്നു തുടങ്ങി. പലയിടങ്ങളിലും ഗുരു നേരിട്ട് ചെന്നു നിർദ്ദേശങ്ങൾ കൊടുത്തു. അവിടെ അപ്പോൾ ഉണ്ടായിരിക്കുന്ന ആരെങ്കിലും ആ ആജ്ഞ നിർവഹിക്കാൻ തയ്യാറായി വിഗ്രഹഭഞ്ജനങ്ങൾ നടത്തും. പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എല്ലായിടത്തും എത്തിപ്പെടുക എന്നുള്ളത് ഗുരുവിന് സാധ്യമല്ല, നമുക്ക് അറിയാവുന്നതാണ്. ഇവിടെ ഈ അരുമ ശിഷ്യനിൽ ഗുരു ചൊരിഞ്ഞിയ അനുഗ്രഹം മുഖ്യമായും ഇതിനു വേണ്ടിയുള്ളതായിരുന്നു എന്ന് വേണം കരുതുവാൻ. ഗുരു പൂർണ്ണാനുഗ്രഹം ചൊരിഞ്ഞ് നരസിംഹസ്വാമികളുടെ ആ കഴിവിച്ഛാശക്തി ഇതുപോലുള്ള ദുരാചാര ലംഘനത്തിന് ഉപയുക്തമാകുമാറ് ചൊരിയപ്പെടുകയായിരുന്നു. അങ്ങനെ ഗുരുവിന്റെ നിയോഗപ്രകാരം ഏതെല്ലാം സ്ഥലങ്ങളിൽ അദ്ദേഹം ചെന്നിട്ടുണ്ടാവും, എത്രയോ കാടും പടലും അവിടുന്ന് മുന്നിട്ട് നിന്ന് തകർത്തിട്ടുണ്ടാവും. എത്രയോ ദുർമൂർത്തികളെ പെടർത്തി പറിച്ചെടുത്ത് ഇനി അല്ലെങ്കിൽ തച്ചുടച്ച് ഇനി ഒരു പക്ഷേ അതിൻ്റെ ഒരു സ്മരണ പോലും നിലനിൽക്കരുതെന്ന് കരുതി അതുപോലുള്ള സ്ഥാനങ്ങളിൽ കൊണ്ട് മറച്ചു കളഞ്ഞിട്ടുണ്ടാവും. ഇതിന് വ്യക്തമായൊരു കണക്കില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൂടുതൽ രേഖപ്പെടുത്തപ്പെട്ടില്ല. അത് രേഖപ്പെടുത്തിയിരുന്നു എങ്കിൽ നരസിംഹസ്വാമികളുടെ ഇതിനെ നമ്മൾ പരാക്രമം എന്ന് പറഞ്ഞേക്കാം. ഇത് വലിയൊരു സംഭവമായി നമുക്കിന്നു മുമ്പിൽ തെളിഞ്ഞു നിൽക്കുമായിരുന്നു. അപ്പോൾ അവിടെ പലയിടങ്ങളിലും അദ്ദേഹം നേരിട്ട് ചെല്ലുന്നു. അപ്പൊ അവിടുത്തേക്കൊരു പ്രത്യേകത, ഗുരുദേവന്റെ പ്രതിപുരുഷനായിട്ടാണ് അദ്ദേഹം ചെല്ലുക. അദ്ദേഹം എന്ത് സങ്കല്പിച്ചാലും ആജ്ഞാപിച്ചാലും ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ ശിഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അത് കൽപ്പിക്കുക, അല്ലെങ്കിൽ ആജ്ഞാപിക്കുക. ഇപ്പൊ ഓർത്ത് നോക്കുക, തൃപ്പാദങ്ങളുടെ ശിഷ്യനായി തൃപ്പാദങ്ങളുടെ പേരിൽ തന്നെ കൽപ്പിക്കുന്നു. അതിനെല്ലാം ഫലവും ഉണ്ടാകുന്നു. പോയടങ്ങളിലൊന്നും ഈ തൃപ്പാദങ്ങളുടെ പേരിൽ കൽപ്പിച്ചതുകൊണ്ട് ഗുരുദേവന്റെ പ്രവൃത്തികൾ എന്നതുപോലെ തന്നെ എതിരുണ്ടാകുന്നില്ല, വിയോജിപ്പുകളൊന്നും ഉണ്ടാകുന്നില്ല, പ്രതിബന്ധങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഏതാണ്ട് മാനം മുട്ടെ വളർന്നു നിൽക്കുന്ന നെടുങ്കൻ മരങ്ങൾ മറിച്ചിടുകയാണ്, വെട്ടിയൊതുക്കുകയാണ്. അതിൻ്റെ ഏതാണ്ട് ലക്ഷണമൊത്ത തടികളൊക്കെ ഉരുപ്പടികളായി മാറുകയാണ്. നോക്കൂ, കാലങ്ങളായി ഒരു നാടിനെ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ മുഴുവൻ
അന്ധതയിൽ ഉറപ്പിച്ചു നിർത്തിയിരുന്ന ആ ഇരുള് അത് വെളിച്ചത്തിൻ്റെ ഇടമായി മാറുകയാണ്. ഇങ്ങനെ കളമൊരുക്കൽ എത്രയോ ഇടങ്ങളിൽ പുതിയ പുതിയ ക്ഷേത്ര സംവിധാനങ്ങൾക്കുള്ള എത്രയോ കളമൊരുക്കൽ എത്രയോ ഇടങ്ങളിൽ നടന്നിട്ടുണ്ടാവുമെന്ന് ഊഹിക്കുക വയ്യ. ഈ ലക്ഷണമൊത്ത തടികളൊക്കെ എന്തെല്ലാം കാര്യത്തിനായി പിന്നീട് ഉപയോഗപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആ ഉത്സാഹം ഒന്ന് ശ്രദ്ധിക്കണം. ഓരോ ദേശത്ത് ചെല്ലുമ്പോഴും അതിനുള്ള ആളുകളെല്ലാം ഉണ്ടായി വരുന്നു. ആളുകൾ അതിനെ തളിരങ്ങളാക്കി അറുത്ത് പല പല ഉരുപ്പടികളാക്കുന്നു. ഇതെല്ലാം ആ പ്രദേശത്തുയർന്നു വരുന്ന ക്ഷേത്രങ്ങൾക്കോ അതുപോലെ വിദ്യാലയങ്ങൾക്കോ വല്ല ഭജനമഠങ്ങൾക്കോ ഉരുപ്പടികളായി മാറുന്നു, ഉപകരണങ്ങളായി മാറുന്നു. അപ്പൊ ഇവിടെ വിനാശമല്ല വരുത്തുന്നത്, ഇവിടെയും നടക്കുന്നത് നല്ലൊരു സംസ്കരണ പ്രക്രിയയാണ്. നോക്കൂ, അദ്ദേഹം തന്നെ ചില വേളകളിൽ തോളിൽ താങ്ങി ഈ ഉരുപ്പടികൾ എത്ര ഉത്സാഹത്തോടെയാണ് ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുകൊടുക്കുന്നത്. അദ്ദേഹത്തിന് അതൊരു ഹരമായിരുന്നു. ഇത് പിന്നാലെ വിദ്യയുടെ വെളിച്ചം പകരുന്ന വിദ്യാലയങ്ങളായി, പള്ളിക്കൂടങ്ങളായി മാറേണ്ടതാണ്. ഇതെല്ലാം സ്വപ്നം കണ്ടുകൊണ്ടാണ് അദ്ദേഹം വിയർത്തുകുളിച്ച്, നോക്കൂ, എത്ര ഭാരമാണെങ്കിലും ചില വേള 2-3 പേർ കൂടി എടുക്കാൻ തയ്യാറെടുത്ത് വരുമ്പോഴേക്കും ഒരുപക്ഷെ ഇത് താങ്ങിക്കൊടുക്കാനെന്നുള്ള ഭാവത്തിലായിരിക്കും സ്വാമികൾ വരുന്നതെന്ന് അവർ തെറ്റിദ്ധരിക്കും. പക്ഷേ സംഭവിക്കുന്നത്, ഇവർ താങ്ങുന്നതിന് മുമ്പേ ഇതാ ഒരറ്റ ഉയർത്തി അത് തോളിൽ കൊള്ളിച്ച് സ്വാമികൾ പോവുകയാണ്. മടുപ്പെന്ന് പറയുന്നതില്ല. സാക്ഷാൽ ഒരു നരസിംഹ ജന്മം എന്ന് തന്നെ പറയാം. ഇങ്ങനെ ഏതാണ്ട് ആ ഭാഗത്തുണ്ടായിരുന്ന പല കാവുകളും വെട്ടിത്തെളിച്ചപ്പോൾ ഉണ്ടാക്കിയ ഉരുപ്പടികൾ കൊണ്ടാണ് ആലുവായിലെ സ്കൂൾ പണിതത്, അവിടുത്തെ ആശ്രമം ഉയർന്നത്. ഇതുപോലുള്ള സംഭവങ്ങൾ എവിടെയെല്ലാം സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് നമുക്ക് ഓർക്കാവുന്നതേ ഉള്ളൂ. ഇത് ഊഹിക്കുക മാത്രമേ നമുക്ക് തൽക്കാലം നിർവാഹമുള്ളൂ. ഒന്നുറപ്പാണ്, ഏതാണ്ട് 100-ലധികം സ്ഥലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള ഇതുപോലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നാം കാണേണ്ടത്, നന്നായി പ്രസംഗിക്കുവാൻ, അതുപോലെ സാഹിത്യത്തിലൂടെയാണെങ്കിലും ലേഖനത്തിലൂടെയാണെങ്കിലും നല്ല പ്രചോദനങ്ങൾ കൊടുക്കുവാൻ സാധിച്ചേക്കാം. ആശയപരമായി ആളുകൾ അത് ഉൾക്കൊണ്ടേക്കാം. പക്ഷെ ഇതുപോലെ എത്ര വെളിച്ചമുള്ളി കയറിയാലും തലമുറകൾ പരിപാലിച്ചു വന്ന ഇതുപോലുള്ള സ്ഥാനങ്ങളെ തെളിച്ചെടുക്കാൻ, ഈ മൂർത്തികളെയൊക്കെ പിഴുതു മാറ്റുവാൻ എത്ര പേർക്ക് ധൈര്യമുണ്ടാവും? അതിനും വേണ്ടയാള്. പറഞ്ഞതുപോലെ എല്ലായിടത്തും സ്വാമിതത്വാദങ്ങൾ തന്നെ വന്നെങ്കിൽ മാത്രമേ അതിന് സർവാംഗീകാരമുള്ളൂ എന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ അതെത്ര കണ്ട് പ്രായോഗികമാകും? അതാണ് സൂചിപ്പിച്ചത്. ഗുരുവിൻ്റെ
യഥാർത്ഥ പ്രതിപുരുഷനായി നരസിംഹസ്വാമികൾ പ്രവർത്തിക്കുകയായിരുന്നു. അതും തൃപ്പാദദാസനായതുകൊണ്ട് ഏത് കാര്യത്തിലേക്ക് ഇടപെടുമ്പോൾ അവിടുന്ന് ആജ്ഞാപിക്കും. ശ്രീനാരായണ ഗുരുദേവ ശിഷ്യനായ നരസിംഹം പറയുന്നു, അല്ലെങ്കിൽ നരസിംഹം കൽപ്പിക്കുന്നു. കേട്ടിട്ടുണ്ട്. അത് ഈ പോട്ടയിൽ ക്ഷേത്രത്തിലാണെന്ന് പറയപ്പെടുന്നു. അഭിപ്രായ ഭേദങ്ങളുണ്ട്, പലയിടത്തും പല രീതിയിൽ അത് പറയുന്നുണ്ട്. എന്തോ ആയിക്കൊള്ളട്ടെ, ഒരു സംഭവമുണ്ട്, അത് മാത്രം നമുക്ക് ശ്രദ്ധിക്കാം. അപ്പൊ അവിടെ ഒരു ആറാട്ട് കഴിഞ്ഞപ്പോൾ ആന വിരണ്ടോടിയത്രേ. ആളുകൾ പരിഭ്രാന്തരായി. നരസിംഹസ്വാമികൾ ആശ്രമത്തിലുണ്ടായിരുന്നു. ഇതറിയാവുന്ന ആളുകൾ നിലവിളിച്ചുകൊണ്ട് സ്വാമിയെ വിളിച്ചപേക്ഷിച്ചു. സ്വാമികൾ വേഗം ഇറങ്ങി വന്നു. ഇതാ വിരണ്ട് ഓടി വരുന്ന ആന. അതിൻ്റെ മുമ്പിലേക്കൊരു ഗജമന്ത്രം ഉരുവിട്ടുകൊണ്ട് അവിടുന്ന് ചെന്നത്രേ. ആനയുടെ നേരെ കൈ ചൂണ്ടി കൽപ്പിച്ചത്രേ, ശ്രീനാരായണ ഗുരുദേവ ശിഷ്യനായ നരസിംഹം കൽപ്പിക്കുന്നു, നീ മുട്ടുകുത്തുക. അവിടെ ആന നിന്നു. അത് മുട്ടുകുത്തി നമസ്കരിച്ചത്രേ. വേഗം ആനയെ തളയ്ക്കുവാൻ അവിടുന്ന് കൽപ്പന കൊടുത്തു. അങ്ങനെ ആന ശാന്തനായി അതിനെ തളയ്ക്കുകയും ചെയ്തു. ഇതൊക്കെ അവിടുത്തെ ആജ്ഞാശക്തി. ഇപ്പം വെറുതെ കൽപ്പിക്കുവാൻ ഈ വാചകം അതേപടി പറയാൻ നമുക്കെല്ലാവർക്കും പറ്റും. പക്ഷെ ആ ആജ്ഞ ഫലിക്കണമെങ്കിൽ അവിടുത്തെ ആ ഉള്ളിലെ നിഷ്ഠ അതെത്ര ആഴമുള്ളതായിരുന്നു. അതിനത്രയും ആഴമുണ്ടായത് സൂചിപ്പിച്ചതുപോലെ ഗുരുദേവൻ ചൊരിഞ്ഞ പൂർണ്ണ അനുഗ്രഹമാണ്. ഗുരുദേവനെ പരിചരിക്കുന്നതിൽ, ഗുരുദേവനോട് അനുയാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ ഹിതമറിഞ്ഞ് പെരുമാറുന്നതിൽ ഒരു പ്രത്യേക പ്രാവീണ്യം തന്നെ സ്വാമികൾക്കുണ്ടായിരുന്നു. പല പല വിശിഷ്ട സന്ദർഭങ്ങളിലും അദ്ദേഹത്തെ നമുക്ക് കാണാം. പല വിശേഷ യാത്രകളിലും അവിടുത്തെ നമുക്ക് കാണാം. ആലുവ സർവസമ്മത സമ്മേളനത്തിൽ അവിടുത്തെ കാണുന്നുണ്ട്. ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി കൊടുക്കുമ്പോൾ നാഗമ്പടത്ത് അവിടുന്ന് ഉണ്ടായിരുന്നു. ഇതുപോലുള്ള പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലെല്ലാം അദ്ദേഹം കേവലം ഒരു നിഴല് പോലെ അനുചരനായി പിന്നാലെ കൂടി എന്നല്ല നമ്മൾ ധരിക്കേണ്ടത്. ഇതുപോലുള്ള ഒരാൾ ഗുരുദേവന് ഒപ്പം സഞ്ചരിക്കുമ്പോൾ ഗുരുദേവന്റെ കർമ്മത്തിന് അല്ലെങ്കിൽ ഗുരുദേവന്റെ കൽപ്പനയ്ക്ക് ഒരു പശ്ചാത്തലമൊരുക്കുവാൻ, അതിനെ പ്രായോഗികമാക്കുന്നതിനെ കളമൊരുക്കുവാൻ അവിടുന്ന് എന്തെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതുപോലുള്ള അനുചരന്മാരുടെ സാന്നിധ്യം പലപ്പോഴും അനിവാര്യമാണ്. കേവലം ഒരു അനുചരനായിട്ട് മാത്രമല്ല, ഗുരുവിൻ്റെ കർമ്മങ്ങൾക്ക് വഴിയൊരുക്കിക്കൊണ്ട് ക്രിസ്തുവിന് സ്നാപക യോഹന്നാൻ എന്ന് പറയുന്നത് പോലെ ആയിരുന്നു അദ്ദേഹം പലപ്പോഴും നിലകൊണ്ടിരുന്നത്. ആ നിലയിൽ ഗുരുദേവന്റെ ഒരു അത്യുത്തമ ശിഷ്യനായിരുന്നു നരസിംഹസ്വാമികൾ എന്ന് പറയാം. അവിടുന്ന് ഈ സത്യസന്ധനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ സത്യസന്ധത അവിടുത്തേക്ക് സ്വന്തമായി കൈവരുന്ന മുതലൊന്നും സ്വകാര്യ ആവശ്യത്തിന് വിനിയോഗിക്കുമായിരുന്നില്ല അത്രേ.
എന്നാൽ ആർക്കും ഒന്നും കൊടുക്കുമായിരുന്നില്ല എന്നർത്ഥമില്ല. പലരെയും അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്. സേവനം അദ്ദേഹത്തിൻ്റെ ഒരു ദൗർബല്യം തന്നെ, അല്ലെങ്കിൽ ഒരു സഹജവാസന തന്നെയായിരുന്നു എന്ന് പറയാം. ഇപ്പൊ ഏരൂര് അവിടത്തേക്ക് ഒരു സ്ഥലം ഒരുങ്ങിക്കെട്ടി. അതും ഇതിനിടയ്ക്ക് സംഭവിച്ചു. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ആധികാരികമായിട്ട് രേഖകൾ വെച്ചൊക്കെ ഉള്ള ഗ്രന്ഥങ്ങളൊക്കെ ഇറങ്ങേണ്ടതുണ്ട്. കേട്ടുകേഴ്വിയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്കിപ്പോൾ സംസാരിക്കാൻ പറ്റൂ. അപ്പോൾ അവിടെ അദ്ദേഹം ഗുരുദേവന്റെ മഹാസമാധിക്ക് ശേഷം പൂർണ്ണമായും താമസിക്കുകയാണ്. അവിടുന്ന് ധർമ്മ സംഘാംഗമായിരുന്നെങ്കിലും അവിടുത്തെ സ്ഥാനമാനങ്ങളിലൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. അത് അദ്ദേഹത്തോട്ട് ആഗ്രഹിച്ചിരുന്നുമില്ല. പേരൂര് വന്ന് ആ പ്രദേശത്തൊരു യോഗമുണ്ടാക്കി. അവിടെ പോട്ടയിൽ ക്ഷേത്രം, അതിന് കുറെ പഴക്കമുണ്ട്. പല ഐതിഹ്യങ്ങളെയും പിൻപറ്റിക്കൊണ്ടാണ് ക്ഷേത്രങ്ങളൊക്കെ രൂപപ്പെട്ടു വരുന്നത്. അങ്ങനെയുള്ള ഐതിഹ്യം അവിടെയും ഇല്ലാതില്ല. സ്വാമികൾ നാടുനീളെ പ്രവർത്തിച്ചു വന്നതിൻ്റെ ഒരു തുടർച്ചയെന്നോണം അവിടുത്തെയും പല പല ദുരാചാരങ്ങളെയും മാറ്റി ആളുകളെ ഒരു കൽപ്പദ്രുമ യോഗമായി സംഘടിപ്പിച്ച് ആ യോഗത്തിൻ്റെ പല പല ഘടകങ്ങൾ പല ഇടങ്ങളിലായി പിന്നെയും രൂപീകരിച്ച് അതിലൂടെയെല്ലാം ആളുകൾക്ക് വെളിച്ചം നൽകി ഈ ക്ഷേത്രത്തെ ഒരു മാതൃകാ ക്ഷേത്രമായി മാറ്റുന്നതിന് അവിടുന്ന് വളരെ പരിശ്രമിക്കുകയുണ്ടായി. നരസിംഹസ്വാമികളുടെ ശ്രദ്ധ വന്നെടുത്ത് ഭക്തനുള്ളിടത്ത് ഭഗവാന് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ നിലയിൽ സ്വാമി തൃപ്പാദങ്ങൾ പലതവണ ഏരൂര് വന്നിട്ടുണ്ട്, വിശ്രമിക്കുകയുണ്ടായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അവിടുന്ന് നേരിട്ട് കൽപ്പിച്ച് തന്നെ അവിടുത്തെ പ്രാകൃതമായ ചില ആചാര നടപടികളെയൊക്കെ നിരോധിക്കുകയും അവിടുത്തെ പല ദുർമൂർത്തികളെയും പിഴുത് കുളത്തിൽ മൂടുകയും ചെയ്തിട്ടുണ്ടത്രേ. അവിടെ നല്ല സാത്വികമായ ഒരു സാത്വിക ദേവതയെ അവിടെ പ്രതിഷ്ഠിച്ചു. അപ്പൊ ഇതിനെല്ലാം മുൻകൈയെടുത്തത് സ്വാമികളായിരുന്നു. ശരീരധാരണ കാലം വരെ അവിടുത്തെ വിശേഷങ്ങൾ ഉത്സവത്തിന് കൊടിയേറ്റിക്കൊണ്ടിരുന്നത്. അപ്പൊ അവിടുന്ന് ഒരാശ്രമോ അല്ലെങ്കിൽ ഒരു ക്ഷേത്രമോ നടത്തിക്കൊണ്ടു പോവുക മാത്രമല്ല ചെയ്തത്. അദ്ദേഹത്തിന് വിശാലമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ജനോപകാരപ്രദമായി തന്നെ പ്രവർത്തിക്കണം. അതിൻ്റെ ഒരു തെളിവായിരുന്നു ഈ ആശ്രമ വസ്തുവിൻ്റെ ഒരു ഭാഗത്ത് ഒരു കെട്ടിടം തീർക്കുകയും അവിടെ ജനോപകാരപ്രദമായ ചില പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് അത് സർക്കാരിലേക്ക് താൽക്കാലികമായി വിട്ടു നൽകുകയും ചെയ്തത്. നമുക്കറിയാം, ഈ തപസ്വിനി അമ്മയുടെ പ്രവർത്തനങ്ങൾ അത് ഒരു ഇതിഹാസ തുല്യമായ ഒരു കഥയാണ്. നരസിംഹസ്വാമികളെ പോലെ തന്നെയാണ് തപസ്വിനി അമ്മ. പേര് നമുക്കെല്ലാം അറിയാം. അവർ പ്രവർത്തിച്ചതിൻ്റെ ശേഷപത്രം ഇന്നുമുണ്ട്. വളരെ പ്രശസ്തമായി നിലനിൽക്കുന്ന അബലാശരണം പോലുള്ള സ്ഥാപനങ്ങൾ. അപ്പൊ ആ തപസ്വിനി അമ്മയുടെ സഹചാരികളായിരുന്നവർ, മണ്ണാന്തറ പാർവതി അമ്മയടക്കം, ഇപ്പൊ പല ആതുര സേവനങ്ങളും ചെയ്തുകൊണ്ടിരുന്ന ഹോമിയോ ചികിത്സകളൊക്കെ അന്ന് വ്യാപകമാക്കി ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡോക്ടർ അമ്മയുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ളവരുടെയൊക്കെ സേവനം
ഈ തൃപ്പൂണിത്തറ ഭാഗത്തേക്കൊക്കെ കൊണ്ടുവരുന്നതിന്. അപ്പോൾ സാമൂഹ്യ ക്ഷേമ വകുപ്പൊക്കെ ഉണ്ട്, അത് കേന്ദ്രതലത്തിലുമുണ്ട്, ഈ സംസ്ഥാന തലത്തിലുമുണ്ട്. അവർക്കൊക്കെ പ്രവർത്തിക്കുവാനുള്ള ഒരിടം ആശ്രമ സങ്കേതത്തിൽ തന്നെ ഒരുക്കി കൊടുക്കുകയും അവിടെ പല ചികിത്സകളും പലതല പരിശീലനങ്ങളും ഒക്കെ നടത്തുകയും വേണ്ടപ്പോഴൊക്കെ ഇതുപോലുള്ള ആതുര സേവകരെ കൊണ്ടുവന്ന് സേവനം ചെയ്യിപ്പിക്കുകയുമൊക്കെ അവിടുന്ന് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരിക്കൽ ഈ സ്ഥാപനം പിന്നീട് പ്രധാനമന്ത്രിയായ അന്നത്തെ കേന്ദ്ര സാമൂഹ്യക്ഷേമ ഒരു വകുപ്പിൻ്റെ ഒരു ചുമതലയുണ്ടായിരുന്ന സാക്ഷാൽ ഇന്ദിരാഗാന്ധി തന്നെ വന്ന് കണ്ട് അതിനെ പ്രകീർത്തിക്കുകയുണ്ടായി എന്ന് കേൾക്കുന്നു. അത് സത്യമാകാനാണ് സാധ്യത. തപസ്വിനി അമ്മയുടെ അബലാശരണം ഒരിക്കൽ അവിടുന്ന് സന്ദർശിച്ചായിട്ട് കാണുന്നുണ്ട്. പല പ്രശസ്തരും അവിടെ വന്നു പോയതായി കാണുന്നുണ്ട്. അപ്പോൾ ആ സേവനത്തിൻ്റെ പ്രശസ്തി, അതിൻ്റെ ആ മഹത്വം എത്രയായിരുന്നു എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ ധാരാളം ആളുകൾ കൂടുന്ന, കൂടുതൽ ജനകീയ പിന്തുണയുള്ള ഒരു സ്ഥാപനമെന്ന നിലയ്ക്ക് ആ രീതിയിൽ അധികാരികൾ വന്നതല്ല. അവിടുത്തെ ആ സേവനത്തിന്, അവിടെ നടന്നുകൊണ്ടിരുന്ന ആ സേവനത്തിന് കിട്ടിയ അംഗീകാരമാണെന്ന് വേണം കരുതുവാൻ. അവിടുന്ന് ഗുരുദേവനെ പരിചരിക്കുവാൻ യോഗമുണ്ടായ ആളാണ്. ഗുരുദേവന്റെ യാത്രയുണ്ട് ചികിത്സാർത്ഥം. അതിൽ പലപ്പോഴും നരസിംഹസ്വാമികളെയും നമ്മൾ കാണുന്നുണ്ട്. ആ യാത്രകളെല്ലാം അവസാനിക്കുന്നത് ശിവഗിരിയിൽ വൈദ്യമഠത്തിലാണ്. അവിടെ ഉറക്കിളച്ചിരുന്ന്, സ്വാമികളുടെ സ്വഭാവം നമ്മൾ കണ്ടല്ലോ, ഒരു കാര്യത്തിൽ മുഴുകിയാൽ അതിൽ നിന്ന് പിന്തിരിയില്ല. അദ്ദേഹത്തിന് ക്ഷീണമില്ല, മനസ്സ് ക്ഷീണിക്കില്ല. ഒരിടത്ത് സൂചിപ്പിക്കുന്നത് ഒരു ദിവസം പൂർണ്ണമായും പരിചരണത്തിൽ മുഴുകി. അത് വെറുതെ കാവലിരിക്കുകയല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും സകല സമയവും. വെറുതെ ഇരിക്കുകയാണെങ്കിലും അതൊരു വിശ്രമമാണ്. ഉഷ്ണത്തിന് വീശിക്കൊടുക്കും, കാല് തടവും, അതുപോലുള്ള പരിചരണങ്ങളൊക്കെ ചെയ്തുകൊണ്ട് സദാ ശുശ്രൂഷയിൽ മുഴുകുകയാണ്. പ്രിയമുള്ളവരെ, ഒരു ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി ഇടയ്ക്ക് തൃപ്പാദങ്ങൾ കൽപ്പിച്ചുകൊള്ളും, നീ പൊയ്ക്കൊള്ളൂ. വിനീതനായി തൊഴുതുകൊണ്ട് അവിടെ തന്നെ നിലകൊള്ളുകയാണ്. വീണ്ടും ഈ പരിചര്യ തുടരുകയാണ്. അങ്ങനെ 4-ാം ദിവസമായി. നരസിംഹസ്വാമികൾ പിൻവാങ്ങുന്നില്ല. അവിടെ അഹംഭാവത്തോടെയല്ല, ചിലരങ്ങനെ ചെയ്യും, ഞാനേ ഉള്ളു ചെയ്യാൻ, ഇനി ഞാൻ ചെയ്താലേ ശരിയാകൂ. ഇവിടെ അങ്ങനെയുള്ള ഭാവമൊന്നുമില്ല. തികച്ചും നിസ്വാർത്ഥമായി, ആത്മാർത്ഥമായി ഗുരുസേവ തന്നെ. ഒരു ദിവസം ഗുരുദേവൻ ഒരു അനിഷ്ടം കാട്ടി. ഗുരുദേവൻ ഒരു അരിഷ്ടം പ്രകടിപ്പിച്ചു. കാല് തിരുമിക്കൊണ്ടിരുന്നപ്പോൾ കാല് നന്നായി വേദനിച്ചതായി അവിടുന്ന് ഭാവിച്ചിട്ട് നിലവിളിച്ചത്രേ. സ്വാമികൾ തരിച്ച് ഇരുന്നു പോയി. ആ ഉയർന്ന ശബ്ദം കേട്ട് എല്ലാവരും ഓടി വന്നു. അവരോട് പരിഭവം പറഞ്ഞു, ഇവൻ എൻ്റെ കാലും കൊണ്ട് പോകുന്നു. അപ്പോ എല്ലാവരും നരസിംഹസ്വാമികളെ
ശ്രദ്ധിച്ചു. അവിടുന്ന് വളരെ വിഷണ്ണനായിട്ട് നിൽക്കുകയാണ്. അവിടുന്ന് വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, പല പല ആരോപണങ്ങളും പലരും പറയുന്നുണ്ട് സന്യാസിമാരെ കുറിച്ച്. തൃപ്പാദങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ, അത് അവരെങ്ങാനും അറിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും എന്ന് പറഞ്ഞ് വിതുമ്പിക്കൊണ്ട് പുറത്തേക്ക് പോയി. ആർക്കും ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല. തൃപ്പാദങ്ങൾ ശാന്തനായി അവിടെ കിടക്കുന്നു. അപ്പോൾ ഇദ്ദേഹം അല്പാഹാരിയായിരുന്നെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. പാല് കഴിക്കും, പഴം കഴിക്കും, ചില വേളകൾ ഈ പഴം പോലും കഴിക്കില്ല. അവിടത്ത് കാണുന്നത് ഔഷധം എന്ന നിലയിൽ, അതിനെ തെറ്റിദ്ധരിക്കരുത്. അതിൻ്റെ മാത്രയിൽ ഉപയോഗിച്ചാൽ അത് ഔഷധമാണ്, അല്ലെങ്കിൽ അത് ലഹരിയാകും. ഈ കഞ്ചാവ് അത് കൃത്യമായ മാത്രയിൽ പാലിൽ ചേർത്ത് കഴിക്കും. ഈ ഗുരുവിനെ പരിചരിച്ചു കൊണ്ടിരുന്ന ആ കാലത്ത് ഇതല്ലാതെ മറ്റൊരു ഭക്ഷണവും ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഇദ്ദേഹം എന്ത് ചെയ്തു? വൈദിക മഠത്തിന്റെ തിണ്ണയിലങ്ങ് കിടന്നു. പ്രാഥമിക കാര്യങ്ങൾക്ക് മാത്രം അവിടെ ഒന്ന് അല്പസമയം ഒന്ന് ഒഴിയും. ഏതാണ്ട് 3-4 ദിവസം ആ സന്നിധി വിട്ട് അവിടുന്ന് പോയില്ല. പരിചരിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. വെളിയിൽ അവിടുന്ന് സാന്നിധ്യം ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു വേള തൃപ്പാദങ്ങൾ പരിചരിച്ച് നിന്നുകൊണ്ടിരുന്ന കൃഷ്ണനോട് അന്വേഷിക്കുന്നു, നരസിംഹം എവിടെ? അപ്പോൾ തൃപ്പാദങ്ങളുടെ അന്വേഷണം സ്വാമികളെ ഉണർത്തിച്ചു. അദ്ദേഹം വീണ്ടും അവിടെ സ്വാമി സമീപത്തേക്ക് ചെന്ന് ശുശ്രൂഷകളിൽ മുഴുകുകയും ചെയ്തു. ഇങ്ങനെ ഒരു പരിഭവം എടുക്കേണ്ടി വന്നു സ്വാമികൾക്കൊരു വിശ്രമം കൊടുക്കുവാൻ. അതല്ലാതെ അവിടെ നരസിംഹസ്വാമികളുടെ ശുശ്രൂഷ കൊണ്ട് ഗുരുദേവന് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. എത്ര സ്നേഹപൂർവം പറഞ്ഞാലും, ഇനി അല്പം ശാസിച്ചാൽ പോലും വിനീതനായി അവിടെ അപേക്ഷാപൂർവം തൊഴുതു നിന്നുകൊണ്ട് വീണ്ടും വീണ്ടും തുടരുകയാണ്. ഈ ശിഷ്യന് അല്പം വിശ്രമം കൊടുക്കുവാൻ സാക്ഷാൽ തൃപ്പാദങ്ങൾക്ക് പോലും ഇങ്ങനെ ചെയ്യേണ്ടി വന്നു. ഇത് തൃപ്പാദങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി അപ്പോൾ ചെയ്തതാണ് എന്ന് ധരിക്കരുത്. ഇദ്ദേഹം എവിടെയെല്ലാം, നമുക്കിന്ന് അജ്ഞാതമായിരിക്കുന്ന എവിടെയെല്ലാം ചെന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്, അവിടെയെല്ലാം ഇതുപോലെ നിസ്തന്ത്രമായ പ്രവർത്തനങ്ങളാണ് അവിടുന്ന് ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷത പറയുന്നുണ്ട്. എന്ത് കിട്ടിയാലും അപ്പടി അത് സൂക്ഷിക്കും. അത് പണം, ഇനി അതുപോലൊക്കെയുള്ള എന്തെങ്കിലും. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഈ ധനം സൂക്ഷിക്കുന്നതിൽ മുതൽപിടിയായി അദ്ദേഹത്തിന് ഒരു ചുമതല കൊടുക്കുകയുണ്ടായി. അപ്പൊ കണക്കൊക്കെ വെക്കേണ്ടി വരും. അപ്പൊ പലരും സന്ദേഹം പ്രകടിപ്പിച്ചു. ഇപ്പൊ പ്രമാണിമാരായ പലരും ശിവഗിരിയിൽ വരും. അതിൽ ചിലർ സന്ദേഹം പ്രകടിപ്പിച്ചു. ഇങ്ങനെ എഴുത്തൊന്നും കൃത്യമായി ചെയ്യാതെ, ഇങ്ങനെ ചെയ്യാത്ത ഒരാളെ ഇങ്ങനെ മുതൽപിടിയായിട്ട് വെച്ചാൽ എങ്ങനെ? അപ്പൊ തൃപ്പാദങ്ങൾ പറഞ്ഞു അത്രേ, എഴുതാനറിയാത്തത് കൊണ്ട് കിട്ടുന്നത് അതേപടി ഇഞ്ഞു കൊണ്ടുവരും. അത് ഗുരു മൊഴിഞ്ഞത് പലതും മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കാം. ഏതാനും നാളുകൾക്ക് മുമ്പാണ് അവിടെ ഘോരമായ തീ പിടിച്ച ഒരു ചർച്ച നടന്നത്. SNDP യോഗത്തിൻ്റെ ഒരു ചെറിയൊരു പദ്ധതി നടത്തിപ്പിൽ ക്രമക്കേട് കുമാരനാശാനെതിരെ ആരോപിക്കപ്പെട്ടതും അതിനെതിരെ പരാതിയുമായി ചെന്നതും, അത് അവിടം കൊണ്ടും തീരാഞ്ഞിട്ട് തിരുവനന്തപുരത്തൊരു ഭവനത്തിൽ ഗുരു എഴുന്നള്ളിയപ്പോൾ
അവിടെ അത് വലിച്ചിഴച്ചതും. കുമാരനാശാൻ ഒന്നും മിണ്ടാതെ അവിടെ ഇരുന്നു. തൃപ്പാദ സന്നിധിയിൽ ഒരു തർക്കത്തിനും ആ ഉത്തമ ശിഷ്യൻ പോയിട്ടില്ല. ഇതുപോലുള്ള പല പല കാര്യങ്ങളിലുമാണ് ഈ സമാജങ്ങൾ കൂടുവോ, SNDP യോഗത്തിൻ്റെതായ പ്രത്യേക സമ്മേളനങ്ങൾ കൂടുവോ ഒക്കെ ചെയ്യുമ്പോൾ ഈ വക കാര്യങ്ങളിൽ തട്ടിമുട്ടി പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിഞ്ഞു പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പൊ ഇതുമൊക്കെ സ്പർശിച്ചുകൊണ്ടായിരിക്കാം ഗുരു അങ്ങനെ പറഞ്ഞത്. എഴുത്തറിയാൻ മേലാത്തത് കൊണ്ട് കിട്ടുന്നത് അതേപടി ഇഞ്ഞു കൊണ്ടുവരും. ഇത് നരസിംഹസ്വാമികളുടെ സത്യസന്ധതയ്ക്ക്, സമ്പത്ത് സൂക്ഷിക്കുന്നതിലുള്ള അവിടുത്തെ ആ ശുഷ്കാന്തിക്ക് ആ ഗുരു നൽകിയ ഒരു അംഗീകാരമാണ്. 1957 അവിടുത്തെ സമാധി. ഏതാണ്ട് നമുക്കറിയാം 80-നോടടുത്ത് വരുന്ന പ്രായം. അപ്പൊ അവിടുത്തേക്ക് ശ്വാസം മുട്ടലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കൈകാലുകൾക്കെല്ലാം വേദനയുണ്ടായിരുന്നു. കൂടുതൽ ആരെയും ബുദ്ധിമുട്ടിച്ചില്ല. എന്നാൽ അവിടുത്തേക്ക് ബുദ്ധിമുട്ട് ഒന്നും ഉണ്ടാകാത്ത തരത്തിൽ ചില ബന്ധുജനങ്ങളുടെയൊക്കെ ശ്രദ്ധ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു ബുദ്ധിമുട്ടും കൂടാതെ അവർ പരിപാലിച്ചു. അപ്പൊ അതും ഒരു നല്ലൊരു മാതൃകയാണ്. അത് നമ്മൾ നന്ദിയോടെ ഓർക്കേണ്ടതുമാണ്. അപ്പൊ അവിടുന്ന് അത്യാവശ്യം എളിയ നിലയിലുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഒരുക്കിയിരുന്നു എന്ന് പറയുമ്പോൾ അന്നത്തെ നിലയ്ക്ക് അത് വലിയ കാര്യമായിരുന്നു. സമാധി ഏതാണ്ട് മുൻകൂട്ടി കണ്ടതുപോലെ തന്നെ അദ്ദേഹം അനുചരന്മാരെ കൊണ്ട് തന്നെ സമാധി ഇരുത്താനുള്ള ഇടം ഒരുക്കുകയും അവിടുത്തെ ചില മരങ്ങളൊക്കെ വെട്ടിമാറ്റിക്കുകയും അവിടെ സമാധി ഇരുത്തുന്നതിനുള്ള കല്ലറയൊക്കെ ശരിപ്പെടുത്തുകയും അവിടെ സ്ഥാപിക്കാനുള്ള ശിവലിംഗം തന്നെ കുത്തിപ്പിച്ചു വെക്കുകയും ചെയ്തു. സമാധി ഇരുത്തൽ ചടങ്ങിന് ആവശ്യമായിട്ടുള്ള ഈ സാമഗ്രികൾ പലതുണ്ട്. രാമച്ചമുണ്ട്, കർപ്പൂരമുണ്ട്, ഭസ്മമുണ്ട്, വിപുലമായ രീതിയിൽ വേണ്ടതാണ്. ഇതെല്ലാം സംഘടിപ്പിച്ച് വെക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടെ തന്നെ സമാധി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അവിടുന്ന് വിരാജിച്ചത്. അതുപോലെ തന്നെ അവിടുന്ന് സമാധി അടയുകയും ചെയ്തു. അപ്പം നമുക്ക് അഭിമാനത്തോടെയും സന്തോഷത്തോടെയും സ്മരിക്കാവുന്നത് ദീർഘകാലം അവിടുന്ന് ഒരുക്കി അന്നത്തെ പ്രൗഢവും കാലം ചെല്ലുമ്പോൾ അത് കാലഹരണപ്പെട്ടു പോകും, എത്ര പ്രൗഢമായിരുന്നാലും. അപ്പം അതിനെയെല്ലാം കാലോചിതമായി പരിഷ്കരിച്ച് നവീകരിച്ച് ഏതാണ്ട് നമുക്കൊരു അഭിമാന കേന്ദ്രമായി തന്നെ ഏരൂർ നരസിംഹാശ്രമം അടുത്ത കാലത്ത് പുരോഗമിക്കുകയുണ്ടായി. അതിൻ്റെ എല്ലാം നേതൃത്വം വഹിച്ചത് ഇന്നത്തെ ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് ട്രഷററായ ശാരദാനന്ദ സ്വാമികളാണ്. ശാരദാനന്ദ സ്വാമികൾ ഏതാണ്ട് നരസിംഹസ്വാമികളെ അനുസ്മരിക്കും വിധം ബോധനങ്ങൾ മാത്രമല്ല പല പല കർമ്മ പരിപാടികളും ഒരുപക്ഷെ അവിടെ ചെന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല എങ്കിൽ പോലും ഒട്ടനവധി ക്ഷേമ പ്രവർത്തനങ്ങൾ പല പല അനുചരന്മാരെ കൊണ്ടും ചെയ്യിച്ചു വരുന്നുണ്ട്. നമ്മുടെ സ്മൈൽ പോലും സ്വാമിയുടെ പ്രചോദനമാണ് എന്ന് നമ്മൾ നന്ദിപൂർവ്വം ഓർക്കുക. നാളെ അവിടെ 148ാമത് ജയന്തി ആഘോഷങ്ങൾ നടക്കുകയാണ്. അഭിവന്ദ്യ സ്വാമിജി, സച്ചിദാനന്ദ സ്വാമികൾ പങ്കെടുക്കുന്നുണ്ട്. പ്രാരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇത് ശ്രവിക്കുന്ന പലരും നാളെ അതിൽ പങ്കെടുക്കുന്നുണ്ടാവണം. അപ്പം നമ്മൾ അതിൻ്റെ ലൈവൊക്കെ കാണും. അതൊക്കെ വീക്ഷിക്കുകയും ഏതാണ്ട് നരസിംഹസ്വാമികളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അന്നത്തെ ആ ചടങ്ങുകളിൽ, നാളെ നടക്കുന്ന ചടങ്ങുകളിൽ കൂടെ നമുക്ക് ശ്രവിക്കാനാകുമെന്നും പ്രതീക്ഷിക്കാം. ആ ജയന്തി ആഘോഷങ്ങൾക്ക് വിജയമംഗളാശംസകൾ നേർന്നുകൊണ്ട് ആ
പാവന ചരിതന്റെ ധന്യസ്മരണകൾക്ക് മുമ്പിൽ ആചാര്യ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ വാക്കുകൾ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.